ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് എൽ ഏറ്റവും പുതുതായിട്ട് ഒരു 60 പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം ഒരു 50 പോസ്റ്റുകൾ വന്നിരുന്നു. ഇപ്പോഴൊരു 60 പോസ്റ്റും കൂടി. മൊത്തം 110 പോസ്റ്റുകൾ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ആ 60 പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ 50 എണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാണ്. ബാക്കിയായിട്ട് വരുന്ന ഏറ്റവും പുതിയത് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം സ്റ്റേറ്റ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ നോക്കാം. 39 ഉണ്ട്. അടുത്ത പോസ്റ്റ് 51/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി. ക്വാളിഫിക്കേഷൻ MBBS, 36 മാസത്തെ എക്സ്പീരിയൻസ്. MCH സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി. രജിസ്ട്രേഷൻ വിത്ത് TC മെഡിക്കൽ കൗൺസിൽ. ഏതാണെങ്കിൽ MBBS 36 മാസത്തെ എക്സ്പീരിയൻസും DNB സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി. രജിസ്ട്രേഷൻ വിത്ത് TC മെഡിക്കൽ കൗൺസിൽ. അടുത്ത് 52/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ്. ക്വാളിഫിക്കേഷൻ MSc ഇലക്ട്രോണിക്സ് നെറ്റ് സയൻസ്, അതല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ് PhD സയൻസ്. അടുത്ത് 53/2021 സ്റ്റേറ്റ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ. ഈ അപേക്ഷിക്കേണ്ട പോസ്റ്റുകളെല്ലാം ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് അവസാന തീയതി 5 മെയ് 2021. ഇതിന് മുമ്പ് വന്ന പോസ്റ്റ് 21 ഏപ്രിൽ 2021 ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ 5 മെയ് 2021. എൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലും 84 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 84/2021 സയൻറ്റിഫിക് ഓഫീസർ. ക്വാളിഫിക്കേഷൻ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, 36 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 56/2021 ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ്. ക്വാളിഫിക്കേഷൻ BCom ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും, അല്ലെങ്കിൽ BCom ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. പിന്നെ 57/2021 അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, സെക്രട്ടേറിയറ്റ് KPSC, AG's ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, വിജിലൻസ് ട്രിബ്യൂണൽ എക്സെട്ര. ഡിഗ്രി യോഗ്യതയുള്ളവർ കാത്തിരുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലാണ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന പോസ്റ്റ്. 59/2021 ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1. ക്വാളിഫിക്കേഷൻ 10th ലെവലും ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ഡിസൈൻ ഓട്ടോകാഡ് ലെവൽ 1 and 2, അതല്ലെങ്കിൽ 10th ലെവൽ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ഡിസൈൻ ആർക്കിടെക്ചറൽ കാഡ്. പിന്നെ 60/2021 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്. പിന്നെ അതിൻ്റെ കൂടെ പ്രധാനമായിട്ടും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദി മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ 3-year കോഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ഡിപ്ലോമ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ആസ് ഇക്വലന്റ് thereto. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. 10ാം ക്ലാസ്സും പിന്നെ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന്. 13 ഒഴിവുകളുണ്ട്. 26,500 രൂപ മുതൽ 56,700 രൂപ വരെ സാലറി ഉണ്ട്. പിന്നെ 61/2021 പേഴ്സണൽ മാനേജർ ജനറൽ കാറ്റഗറി. ക്വാളിഫിക്കേഷൻ MBA 36 മാസം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ MBA പേഴ്സണൽ മാനേജ്മെൻറ്റ് 36 മാസത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ MBA ബിസിനസ് മാനേജ്മെൻറ്റ് 36 മാസത്തെ എക്സ്പീരിയൻസ്. പിന്നെ 63/2021 എക്സ്റേ ടെക്നീഷ്യൻ. ക്വാളിഫിക്കേഷൻ 10th ലെവലും എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സും. പിന്നെ 64/2021 ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ക്വാളിഫിക്കേഷൻ BTech കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ ടെക്നോളജി, അല്ലെങ്കിൽ BE കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. പിന്നെ 65/2021 ലെക്ചറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ക്വാളിഫിക്കേഷൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ 66/2021 വർക്കർ പ്ലാൻ അറ്റൻഡർ ഗ്രേഡ് 3. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വലൻറ്റ്. ഗ്രാജുവേറ്റ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റാണ്. ഡിഗ്രി പാസ്സാവാൻ പാടില്ല. 66/2021 വർക്കർ പ്ലാൻ അറ്റൻഡർ ഗ്രേഡ് 3. പിന്നെ 68/2021 ഓവർസിയർ. 10th ലെവൽ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ 10th ലെവൽ പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ 10th ലെവലും പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും. പിന്നെ 69/2021 ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ BCom കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ
BA HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ BA HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BA ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BSc HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BSc HR ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BSc ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCom HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCom HR ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCom ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCom കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BA HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BA HR ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BA ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BSc HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BSc HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BSc ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BCom HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BCom HR ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് HDCM സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി BCom ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി. ഈ 24 ഏതെങ്കിലും ഒരെണ്ണം. 71/2001 ഫയർമാൻ ഗ്രേഡ് 2 10th ലെവലും 24 മാസത്തെ എക്സ്പീരിയൻസും. 72/2001 ജൂനിയർ ടൈപ്പിസ്റ്റ് 10th ലെവലും KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, അല്ലെങ്കിൽ 10th ലെവലും MGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, MGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. 74/2001 അക്കൗണ്ട്സ് ഓഫീസർ BCom CA ഇൻ്റർമീഡിയറ്റ് ആൻഡ് 24 മാസത്തെ എക്സ്പീരിയൻസും, അല്ലെങ്കിൽ BCom 24 മാസത്തെ എക്സ്പീരിയൻസ് ICWAI ഇൻ്റർമീഡിയറ്റ്. പിന്നെ വരുന്നത് 75/2001 ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് ജനറൽ കാറ്റഗറി. ക്വാളിഫിക്കേഷൻ 10th ലെവലും IT ITC ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ 10th ലെവൽ NAC ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ 10th ലെവലും NTC ഇലക്ട്രോണിക്സും. പിന്നെ വരുന്നത് 77/2001 അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്. ക്വാളിഫിക്കേഷൻ BCom ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. 78/2001 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഗ്രാജുവേറ്റ് ലെവലും ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലും സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. 79/2001 ബോയിലർ അറ്റൻഡൻറ്റ്. ബോയിലർ അറ്റൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് 60 മാസത്തെ എക്സ്പീരിയൻസും. 80/2001 അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് BSc കെമിസ്ട്രി, അല്ലെങ്കിൽ MSc കെമിസ്ട്രി. 81/2001 സൂപ്പർവൈസർ. ക്വാളിഫിക്കേഷൻ പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 36 മാസത്തെ എക്സ്പീരിയൻസ്. പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 36 മാസത്തെ എക്സ്പീരിയൻസ്. പോളിടെക്നിക് ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് 36 മാസത്തെ എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒന്ന്. 82/2001 സ്റ്റോർ അസിസ്റ്റൻറ്റ്. ക്വാളിഫിക്കേഷൻ 10th ലെവലും IT ITC ഫിറ്റർ, 10th ലെവൽ IT ITC ഇലക്ട്രീഷ്യൻ, 10th ലെവൽ IT ITC മെക്കാനിക്, 10th ലെവൽ IT ITC സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ. 83/2001 സ്റ്റോർ കീപ്പർ. ഗ്രാജുവേറ്റ് ലെവലും 36 മാസത്തെ എക്സ്പീരിയൻസും. അടുത്ത പോസ്റ്റ് 84/2001 ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2. 10th ലെവലും IT ITC ഇലക്ട്രീഷ്യൻ, 10th ലെവൽ IT ITC വയർമാൻ, 10th ലെവൽ KGCE ഇലക്ട്രീഷ്യൻ, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ. ഇനി ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ നോക്കാം. 85/2001 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS കോട്ടയത്തേക്കാണ്. BA അറബിക് കേട്ടക്ട്, അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ഓറിയൻ്റൽ ലേണിംഗ് ഇൻ അറബിക് കേട്ടക്ട്, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാർട്ട് 3 അറബിക് ഓപ്ഷണൽ ഓർ സ്പെഷ്യൽ ഓപ്ഷണൽ കേട്ടക്ട്, അല്ലെങ്കിൽ അറബിക് ഓപ്ഷൻ ഇൻ SSLC പാർട്ട് 1-2 കേട്ടക്ട്.
10th level Arabic Munshi examination higher category. 10th level Arabic Munshi examination lower category. 10th level Arabic teachers examination category. 10th level Arabic entrance examination category. B Arabic CTET, B Arabic Net Arts, B Arabic Set Arts, B Arabic MPhil Arts, B Arabic PhD Arts, B Arabic M.Ed, Title of Oriental Learning in Arabic CTET, Title of Oriental Learning in Arabic Net Arts, Title of Oriental Learning in Arabic Set Arts, Title of Oriental Learning in Arabic MPhil Arts, Title of Oriental Learning in Arabic PhD Arts, Title of Oriental Learning in Arabic M.Ed, Plus 2 Part 3 Arabic Optional or Special Optional category. 10th level Arabic Teachers Examination Net Arts. ഈ 22 സെറ്റുകളിൽ ഏതെങ്കിലും ഒരു സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 86/2001 ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്. ക്വാളിഫിക്കേഷൻ 10th ലെവലും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 10th ലെവല് സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th ലെവലും സർട്ടിഫിക്കറ്റ് ഇൻ സ്റ്റേഷൻ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് കോഴ്സ്. അടുത്ത 87/2001 പ്ലംബർ കം ഓപ്പറേറ്റർ മലപ്പുറം, കണ്ണൂർ ജില്ലകളിലേക്കാണ്. 7 സ്റ്റാൻഡേർഡ് NTC പ്ലംബർ അല്ലെങ്കിൽ 7 സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്ലംബിംഗ് അല്ലെങ്കിൽ 7ാം ക്ലാസ് സ്റ്റാൻഡേർഡ് പ്ലംബിംഗ് കോഴ്സ് ഓഫ് ദി IT സ്കീം ഓഫ് ദി 24 മാസം എക്സ്പീരിയൻസ്. 7ാം ക്ലാസ് പാസ് ഡിപ്ലോമ ഇൻ പ്ലംബിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഡിസ്ട്രിക്ട് ഡയറക്ടർ. അടുത്ത് സ്റ്റേറ്റ് ഡയറക്ട് SR പോസ്റ്റുകളുണ്ട്. 88/2001 ഓഫീസ് അറ്റൻഡൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് ഡയറക്ട് NCA പോസ്റ്റുകളാണ്. 93/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തീഷ്യോളജി ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. 94/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തീഷ്യോളജി ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 95/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തീഷ്യോളജി ലാറ്റിൻ കത്തോലിക്കിനും ആംഗ്ലോ ഇന്ത്യനും വേണ്ടിയിട്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ലാറ്റിൻ കത്തോലിക്കിനും ആംഗ്ലോ ഇന്ത്യനും. 97/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോജെൻസിസ് വിശ്വകർമ്മയ്ക്ക് വേണ്ടിയിട്ട്. 98/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോജെൻസിസ് മുസ്ലിംസിന് വേണ്ടിയിട്ട്. 99/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോജെൻസിസ് ഹിന്ദു നടാർ. 100/2001 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി വിശ്വകർമ്മ. 101/2001 അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഷെഡ്യൂൾഡ് ട്രൈബ്. 102/2001 ജൂനിയർ കൺസൾട്ടൻറ്റ് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ലാറ്റിൻ കത്തോലിക്കിനും ആംഗ്ലോ ഇന്ത്യനും. 103/2001 വെറ്റിനറി സർജൻ ഗ്രേഡ് 2 വിത്ത് ധീരവ. 104/2001 ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. 105/2001 ഗോഡൗൺ മാനേജർ ജനറൽ കാറ്റഗറി ഷെഡ്യൂൾഡ് കാസ്റ്റ്. 106/2001 അസിസ്റ്റന്റ് കമ്പൈലർ ഈഴവതീയ ബില്ലവ. ഇനി സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ 9 പോസ്റ്റുകളുണ്ട്. 55/2001 ഓർഗനൈസർ ഫോർ സ്പോർട്സ് ഇൻ ദി സ്കൂൾസ്. 58/2001 അസിസ്റ്റന്റ് ഓഡിറ്റർ. 62/2001 പേഴ്സണൽ മാനേജർ സൊസൈറ്റി കാറ്റഗറി. 67/2001 വർക്കർ പ്ലാൻ അറ്റൻഡർ ഗ്രേഡ് 3 സൊസൈറ്റി കാറ്റഗറി. 70/2001 ലോവർ ഡിവിഷൻ ക്ലർക്ക്. 73/2001 ജൂനിയർ ടൈപ്പിസ്റ്റ്. 76/2001 ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് സൊസൈറ്റി കാറ്റഗറി. സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ NCA 2 പോസ്റ്റുകളാണ്. പിന്നെ വരുന്നത് ഡിസ്ട്രിക്ട് ഡയറക്ട് SR പോസ്റ്റുകൾ. 89/2001 സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് SR ഫോർ SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും തൃശ്ശൂരിലേക്ക്. 90/2001 ക്ലർക്ക് SR ഫോർ SC/ST എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും തിരുവനന്തപുരം ജില്ലയിലേക്ക്. 91/2001 ക്ലർക്ക് SR ഫോർ ST എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് ട്രൈബ് പത്തനംതിട്ട. 92/2001 ആയ ഷെഡ്യൂൾഡ് ട്രൈബ് 13 ജില്ലകളിലേക്ക്. പിന്നെ ഡിസ്ട്രിക്ട് ബൈ ട്രാൻസ്ഫർ ജനറൽ 2 പോസ്റ്റുകളുണ്ട്. ഡിസ്ട്രിക്ട് ഡയറക്ട് NCA നോട്ടിഫിക്കേഷൻ നോക്കാം. 107/2001 ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഷെഡ്യൂൾഡ് കാസ്റ്റ് എറണാകുളം, കോഴിക്കോട്. 108/2001 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ലാറ്റിൻ കത്തോലിക്കിനും ആംഗ്ലോ ഇന്ത്യനും തിരുവനന്തപുരം ജില്ലയിലേക്ക്. 109/2001 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഹിന്ദു നടാർ, കാസർഗോഡ്.
110/2001 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഷെഡ്യൂൾ ട്രൈബ് വയനാട് കണ്ണൂർ. ഇത്രയും പോസ്റ്റുകളാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്.